ഡിസീസസ് ഒത്തിരി ഉള്ള ഒരാളായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്നിട്ട് ഞാൻ ശരിക്കും നേഴ്സിംഗ് ഇഷ്ടമായതുകൊണ്ട് പോയതല്ല, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി, അതേപോലെ തന്നെ നമ്മൾ വിദേശത്തേക്ക് പോകുക എന്ന് പറയുന്നത് നമുക്കൊരു നല്ലൊരു ഇൻകം കൂടി പ്രതീക്ഷിച്ചിട്ടാണ്. പക്ഷെ നാട്ടിൽ വന്നു, ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഫാഷൻ ഡിസൈനിങ് പഠിച്ചു. എനിക്കതൊരു ഇഷ്ടമുള്ള പ്രൊഫഷൻ ആയിരുന്നു. പക്ഷെ ആ സമയത്താണ് എനിക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് പുറമെ കണ്ടിന്യൂസ് 3 പ്രാവശ്യത്തോളം കോവിഡ് വരും, എൻ്റെ ലങ്സ് ചുരുങ്ങി പോവുകയും ഇൻഹേലർ എനിക്ക് ഉപയോഗിക്കേണ്ടതായ ഒരു അവസ്ഥയും വന്നു. എനിക്കൊരു നിരപ്പായ സ്ഥലത്തൂടെ പോലും ഒരു ശരിക്കും നടക്കാൻ പറ്റില്ല, കിതപ്പ്, ശ്വാസം മുട്ടലൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ശരിക്കും എന്നെ ഇത് പരിചയപ്പെടുത്തിയത് ഒരു സുജനൻ സാറാണ് വടകരയിലുള്ള. പക്ഷെ സാറിനെ ഞാൻ ഒരു 1.5 മാസത്തോളം കുരങ്ങ് കളിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഈ പ്രോഡക്റ്റ് എടുത്തത്. അത് ഉപയോഗിച്ചു. പക്ഷെ എൻ്റെ ബോഡി ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ടായിരിക്കാം 2 ആഴ്ച കൊണ്ട് തന്നെ എൻ്റെ 10ഓളം അസുഖങ്ങൾക്ക് എനിക്ക് ആശ്വാസം കിട്ടി. അങ്ങനെ ഞാൻ ശരിക്കും ഒരു ഇൻകത്തേക്കാൾ ഉപരി ഒരു സോഷ്യൽ വർക്ക്, ഒരു ചാരിറ്റി പോലെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. എൻ്റെ അസുഖങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തല തൊട്ട് കാല് വരെ ശരിക്കും മെഡിക്കൽ ഫീൽഡിൽ ഓരോ സിസ്റ്റം പറയും, സർക്കുലേറ്ററി, റെസ്പിറേറ്ററി എന്നൊക്കെ പറഞ്ഞ സിസ്റ്റങ്ങൾ. അതുപോലെ ഏത് സിസ്റ്റം എടുത്താലും എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് കണ്ണ് ഡ്രൈ ആകുക, അതേപോലെ ഉറക്കക്കുറവ്, ഫാറ്റി ലിവറിന്റെ പ്രശ്നം, ഫോണിന്റെ റേഡിയേഷൻ അടിച്ച് എൻ്റെ ഒരു ലെഫ്റ്റ് ഇയർ മസ്കറ്റിൽ തന്നെ ഒരു പകുതി അടിച്ചു പോയ ലെവലിലാണ് ഞാൻ നാട്ടിൽ വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് റൈറ്റ് ഇയറിന് സിവിയർ പെയിൻ ആയിരുന്നു. ഞാൻ സ്പീക്കറിൽ വെച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഫാറ്റി ലിവറിന്റെ പ്രശ്നം, വേരിക്കോസ് വെയിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അസിഡിറ്റിയുടെ പ്രശ്നം, അലർജിയുടെ പ്രശ്നം. ഇതിനൊക്കെ പുറമെ എനിക്ക് കണ്ടിന്യൂസ് കോവിഡ് വന്ന് ലങ്സ് ചുരുങ്ങി ഞാൻ ഇൻഹേലർ ഉപയോഗിക്കുന്നു. അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശ്വാസം മുട്ടലുള്ള ഒരു പേഷ്യൻസിന് മെയിൻ ആയിട്ട് കൊടുക്കുന്ന 2 മെഡിസിൻസ്, സാൽബുറ്റമോൾ, പ്രെഗ്നിസോൾ എന്ന് പറയുന്ന മെഡിസിൻസ് എനിക്ക് സെൻസിറ്റീവ് ആണ്, എനിക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടേഴ്സ് എന്നെ ചോദിക്കും, സിസ്റ്റർ എന്ത് മെഡിസിൻ നിങ്ങൾക്ക് തരുമെന്ന് പറയുമായിരുന്നു. അപ്പം ആ ഒരു അവസ്ഥയിൽ കൂടെ പോകുമ്പോഴാണ് ഈ പ്രൊഡക്റ്റ് കിട്ടിയതും. ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് നല്ലൊരു ഉറക്കം കിട്ടി. പക്ഷെ എനിക്ക് വിശ്വാസം വന്നില്ല. 3ാമത്തെ ദിവസം റേഡിയേഷൻ അടിച്ചോളം എൻ്റെ ചെവിയുടെ വേദന പോയി. അതെനിക്കൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. അതേപോലെ തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ എൻ്റെ ഇൻഹേലർ മാറ്റി. എൻ്റെ അമ്മയും ഇതേ ഒരു സിറ്റുവേഷനിൽ കൂടി പോകുമായിരുന്നു. വീസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, പണ്ടത്തെ ഒരു ശ്വാസം മുട്ടൽ ഇവിടുന്ന് വലിച്ചാൽ റോഡിൽ കേൾക്കാം. അതുപോലെയായിരുന്നു അമ്മയുടെ ഒരു അവസ്ഥ. അമ്മയുടെ ഇൻഹേലർ മാറ്റി. പിന്നെ ഒരു അമ്മയുടെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. ഫാസ്റ്റിങ്ങിൽ ശരിക്കും 350-400 ഷുഗർ, അതേപോലെ തന്നെ ഹൈപ്പർ ടെൻസീവ് ആണ്. കൊളസ്ട്രോൾ നമുക്ക് അപ് ടു 200 വരെയാണ് നോർമലി. അമ്മയ്ക്ക് 250 അബോവ് ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ച ചെക്ക് ചെയ്തപ്പോൾ ഫാസ്റ്റിംഗ് 118 അഥവാ നോർമലിലേക്ക് വന്നു. ഫുഡ് കഴിച്ചുള്ള ഷുഗർ നോർമലായി. BP ഞാൻ വീട്ടിൽ നിന്ന് മോണിറ്റർ ചെയ്യാറുണ്ട്. BPയുടെ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്തു. 73 വയസ്സുള്ള ഒരു അമ്മയാണ്. പക്ഷെ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം 120/70 ഉള്ളു BP. ഞാൻ പറഞ്ഞു മെഡിസിൻ സ്റ്റോപ്പ് ഇടയ്ക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് കൊളസ്ട്രോൾ നോർമലായി. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിച്ച് ഒരു എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണ്. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു ഡയബറ്റിക് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമുക്കൊരു ഹാഫ് ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്ത് അത് 1 ആക്കും, പിന്നെ അത് 2 നേരമാക്കും, പിന്നെ 2 ടാബ്ലറ്റ് വെച്ചാക്കും, പിന്നെ ഇൻസുലിൻ ആക്കും. ഒരിക്കലും ഡോക്ടേഴ്സ് നിങ്ങളുടെ ഷുഗർ നോർമൽ ആക്കി തരാമെന്നോ നമ്മളോട് പറയാറില്ല. പക്ഷെ ഇവിടെ എൻ്റെ അമ്മ ഇതിന്റെയൊക്കെ മെഡിസിൻസ് കുറച്ചുകൊണ്ട് വന്നു. BPയുടെ മെഡിസിൻസ് ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തു. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇത്രയ്ക്ക് മിറക്കിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ഏറ്റെടുത്ത് ചെയ്യണം. ഇതൊരു ചാരിറ്റി വർക്കാണ്, സോഷ്യൽ വർക്കാണ്. നമ്മളൊരു ബിസിനസ് ആയിട്ട് മാത്രം കാണാതെ ഇതിലൊരു നന്മയും പുണ്യവും മറ്റുള്ളവരുടെ പ്രാർത്ഥനയും നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ എല്ലാവരും ഇത് ഏറ്റെടുത്ത് ചെയ്യണം. നന്ദി, നമസ്കാരം. ജയ് ബയോട്ടോർ.